കേരളം ശ്രീ മൂർച്ചലക്കാട്ട് മഹാദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവവും പ്രതിഷ്ഠാ വാർഷികവും 2025 മാർച്ച് മാസം 1-ാം തീയതി മുതൽ മാർച്ച് 7 വരെയുള്ള ദിവസങ്ങൾ നടക്കുകയാണ്. അതുകൂടാതെ പൊങ്കാല മഹോത്സവം മാർച്ച് മാസം 14-ാം തീയതിയും നടക്കുകയാണ്. ക്ഷേത്ര ആചാരങ്ങളും താന്ത്രിക കർമ്മങ്ങളും ഒക്കെ പരിപൂർണമായും പാലിച്ചുകൊണ്ട് ആണ് നമ്മുടെ ഉത്സവം നടക്കുന്നത്. ക്ഷേത്ര ആചാരങ്ങൾക്കും പൂജകൾക്കും പുറമെ കലവറ നിറയ്ക്കൽ, ഘോഷയാത്രകൾ, കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, കലാപരിപാടികൾ, അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ഓരോ ദിവസവും നടക്കുന്നുണ്ട്. മാർച്ച് 1-ാം തീയതി ശനിയാഴ്ച രാവിലെ പൂജകൾക്ക് ശേഷം വൈകിട്ട് 4:30 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. സാധാരണ വൈകിട്ട് 5 മണിക്കാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് 4:30-ക്കാണ് ആരംഭിക്കുന്നത്. ഇതിനുള്ള കാരണം വൈകിട്ട് എല്ലാ പൂജകളും കർമ്മങ്ങളും കലാപരിപാടികളൊക്കെ വരുമ്പോൾ അതിന് ടൈമിൻ്റെ ചെറിയൊരു പ്രശ്നം വരുന്നത് കൊണ്ട് നമ്മൾ അരമണിക്കൂർ മുമ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. CVN കളരി, പൂവത്തിൻചോല, മന്ദലാമ്പറ സതീസദനം എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര കരുവള്ളി കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ്റെ വീട്ടിലെത്തിച്ചേർന്ന് അവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തിച്ചേരണം എന്നുള്ള രീതികളിലാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സർപ്പക്കാവിലെ പൂജകളുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, പൂജകളും കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കലാസന്ധ്യ ആരംഭിക്കുന്നുണ്ട്. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിച്ചതിന് ശേഷം, കലവറ നിറയ്ക്കൽ ഘോഷയാത്ര കഴിഞ്ഞതിന് ശേഷം, സർപ്പക്കാവിലെ പൂജകൾ കഴിഞ്ഞതിന് ശേഷം ആണ് കലാസന്ധ്യ നടക്കുന്നത്. ശ്രീ മൂർച്ചലക്കാട്ട് കലാക്ഷേത്രയാണ് ഇത് ആസൂത്രണം ചെയ്ത് അവതരിപ്പിക്കുന്നത്. 2-ാമത്തെ ദിവസം വനിതാ യുവജന സമ്മേളനം നടക്കുന്നുണ്ട്. വനിതാ യുവജന സമ്മേളനത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രഭാഷണമാണ്. സ്വാമിനി നിത്യ ചിന്മയി അവതരിപ്പിക്കുന്ന പ്രഭാഷണമാണ്. നിത്യ ജീവിതത്തിൽ ശ്രീനാരായണ ദർശനങ്ങളുടെ കാലിക പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് പ്രഭാഷണം നടത്തുന്നത്. അതിനുശേഷം വനിതാ സമ്മേളനത്തിന് ശേഷം 9 മണിയോടുകൂടി SN വനിതാ സംഘം അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളുണ്ട്. അതിനുശേഷം നൃത്തതരംഗിണി, ഭാരത കലാഞ്ജലി നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്ത തരംഗിണി പരിപാടികളോടുകൂടി അന്നത്തെ ദിവസത്തെ കലാപരിപാടികൾ അവസാനിക്കുകയാണ്. 3-ാമത്തെ ദിവസം നിത്യപൂജകൾക്ക് ശേഷം വൈകിട്ട് സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ട്. വിവിധ ആശയങ്ങളുടെ സമ്മേളനം എന്ന നിലയ്ക്ക് വിവിധ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രാവശ്യത്തെ സാംസ്കാരിക സമ്മേളനം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം തിരുവാതിരയുണ്ട്. അതിനുശേഷം പെരുന്താനം ത്രയംബക അവതരിപ്പിക്കുന്ന ഡാൻസ് പ്രോഗ്രാമുണ്ട്. ഇതാണ് 3-ാമത്തെ ദിവസത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 4-ാമത്തെ ദിവസമാണ് ഈ ഉത്സവത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗം എന്ന നിലയ്ക്ക് താലപ്പൊലി കുംഭകുട ഘോഷയാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. താലപ്പൊലി കുംഭകുട ഘോഷയാത്ര വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള താലപ്പൊലികളൊക്കെ കരുവള്ളി കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ്റെ അടുത്ത്, അതുപോലെ തന്നെ കൂടത്തുംകണ്ടി ചന്ദ്രചേട്ടൻ്റെ വസതി, മൂർച്ചലക്കാട് ഭാഗങ്ങൾ, അതുപോലെ തന്നെ ചുങ്കക്കുന്ന് ഭജനമഠം ഭാഗത്തു നിന്നും പൂത്തുകല ഭാഗത്തു നിന്നും ഇങ്ങനെ വിവിധങ്ങളായ ഭാഗത്തു നിന്നുള്ള താലപ്പൊലി ഘോഷയാത്രകളൊക്കെ കേരളം ബസ് സ്റ്റാൻഡിൽ സംഗമിച്ചിട്ട് അവിടുന്ന് 8 മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. താലപ്പൊലി ഘോഷയാത്രയിൽ ക്ഷേത്ര കലകൾക്ക്, ക്ഷേത്ര ആചാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ആണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് താലപ്പൊലിക്ക് തന്നെയാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. മറ്റ് മുൻകാലങ്ങളിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളോ ഒക്കെ വന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് താലപ്പൊലി ഘോഷയാത്ര സംഘടിപ്പിക്കാനാണ് ആഘോഷ കമ്മിറ്റിയുടെ തീരുമാനം. ഈ തീരുമാനങ്ങളൊക്കെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രാദേശിക ആസൂത്രണ കമ്മിറ്റികൾക്ക്
ഈ മെസ്സേജ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ താലപ്പൊലി ഘോഷയാത്ര താലപ്പൊലി ഘോഷയാത്ര നടപ്പിലാക്കുന്നത്. നമസ്കാരം. ശ്രീ മൂർച്ചക്കാട്ടോമേശ്വരണം എല്ലാ ഭക്തജനക്കും സർവ്വ ഐശ്വര്യങ്ങളുണ്ടായ ഒരു വർഷാനന്തരം ആചരിച്ചു വരുന്ന കുംഭവർണി മഹോത്സവം വളരെ വിവിധ കലാപരിപാടി, വിവിധ ആസൂത്രിതമായ കാര്യങ്ങളും ക്ഷേത്രത്തിന് ഐശ്വര്യപ്രദമായ കാര്യങ്ങളോടുകൂടി ആരംഭിക്കാം എന്നുള്ള ഒരു ചടങ്ങാണ് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ശ്രീ മൂർച്ചക്കാട്ട് മഹാദേവി സന്നിധിയിൽ നമ്മൾ മാർച്ച് 1 മുതൽ ആരംഭിക്കുന്നത്. ഈ ദേശത്തിനും ദേശവാസികൾക്കും ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും ഏറ്റു നടത്താനായിട്ട് പൊതുജനം തിരഞ്ഞെടുത്തിരിക്കുന്ന ക്ഷേത്ര ഭാരവാഹികൾക്കും എല്ലാ ഐശ്വര്യങ്ങൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് താന്ത്രിക വിധിപ്രകാരം ഈ നമ്മുടെ ക്ഷേത്രം പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചതാണ്. പിന്നെ കൂടുതൽ പറയേണ്ടതില്ല. ഓരോ കർമ്മങ്ങൾക്കും അതാത് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഭക്തജനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയും ഈ വർഷം 7 ദിവസവും വളരെ ശ്രേഷ്ഠകരമായ രൂപത്തിലും ഭാവത്തിലുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം ശ്രേഷ്ഠമായിട്ട് ചെയ്യുന്നതാണ്. ഈ കർമ്മങ്ങളിലെല്ലാം നമ്മൾ പങ്കുകൊള്ളുന്ന എല്ലാ ഭക്തജനങ്ങളും ഭക്തിസാന്ദ്രമായി വളരെ ഭക്തിയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും ആത്മസന്തോഷത്തോടെയും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരണമെന്നും അതിനുപരി ഓരോ ദിവസങ്ങളിലും ഓരോ പ്രത്യേക പരിപാടികളിലും എല്ലാവരും പങ്കെടുക്കണമെന്നും നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നു. 1ാമത്തെ ദിവസം നമുക്ക് കുടിയേറ്റം കഴിഞ്ഞു. വൈകിട്ട് ഒരു 6 മണിക്ക് ഈ കലവറ നിറയ്ക്കൽ സമർപ്പണത്തോട് അനുബന്ധിച്ച് തന്നെ നമ്മുടെ നാഗക്കാവിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പൂജ മംഗല്യഭാഗ്യത്തിനും സന്താന ദുരിതങ്ങളുടെ പ്രവൃത്തിക്കും മാറ്റം വരുത്തി സന്താന ഐശ്വര്യത്തിനും ദീർഘായുസിനും ശരീരത്തിനുണ്ടാവുന്ന രോഗദുരിതങ്ങൾക്കൊക്കെ ശമനം വരാനായിട്ട് താന്ത്രിക വിധിപ്രകാരമുള്ള സർപ്പബലി അനുബന്ധിച്ച് ആ സർപ്പങ്ങളെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിലേക്ക് ജനിപ്പിച്ചു കൊണ്ടിരുന്ന പുള്ളുവൻപാട്ട് അടക്കം നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ വൈകിട്ട് നടത്തുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളൊരു പരിപാടിയാണ്. എല്ലാ ഭക്തജനങ്ങളും വളരെ ഭക്തിയോടെ അതിനകത്ത് പങ്കെടുക്കുക. പിന്നെ ശ്രേഷ്ഠമായിട്ട് പറയുന്നത് നമ്മളുടെ 7ാമത്തെ ദിവസം രാത്രി 11 മണി ഏകദേശം ഒരു 10 ആകുമ്പോഴേക്കും നമ്മളൊരു വലിയ ഗുരുതി എന്ന് പറയുന്ന ഒരു ദേശഗുരുതി അവിടെ നടത്തുന്നുണ്ട്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലൊക്കെ ശത്രുക്കളും രോഗങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു ഭാവത്തിൽ അതെല്ലാം ശമിപ്പിക്കാൻ വേണ്ടി അതും താന്ത്രിക വിധി പ്രകാരം 12 വലിയ പാത്രത്തിൽ ഗുരുതി സമർപ്പണത്തോടുകൂടി ദേശഗുരുതിയും വലിയ ഗുരുതിയും സമർപ്പണമുണ്ട്. അതിലും എല്ലാ ഭക്തജനങ്ങളും വളരെ ശ്രേഷ്ഠമായിട്ട് പങ്കെടുക്കുക.